ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ബീട്രൂട്ട് ലഡുവാണ്. കളർഫുള്ളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഒരുപാട് ലാഗടിപ്പിക്കാതെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു ബീട്രൂട്ട്, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ട് നല്ലതായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസാണ്, ഒരു 1/2 കപ്പ് ജ്യൂസ് വരും, അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം നമുക്കൊരു പാൻ വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കാഷ്യൂനട്ടോ കിസ്മിസോ എന്താ വേണമെന്ന് വെച്ചാൽ ആ നട്ട്സൊക്കെ ചേർത്ത് വറുത്ത് മാറ്റി വയ്ക്കാം. 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ആ നെയ്യിൽ തന്നെ നമുക്ക് ആ റവ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ആ ഒന്ന് നല്ലൊരു ഫ്ലേവർ വരും ആ നെയ്യിൽ മൂത്ത് വരുമ്പോൾ. അതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ട് ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ 4 മണിക്കോ അല്ലെങ്കിൽ സ്നാക്സിന് കൊടുത്തു വിടാനൊക്കെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. മറ്റേ ബേക്കറി ഐറ്റംസൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളർഫുൾ ആയതുകൊണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും, അതുപോലെ ഹെൽത്തിയാണ്. അതിനുശേഷം നന്നായിട്ട് ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല കളർഫുൾനെസ്സാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നേരത്തെ പൊടിച്ച് വെച്ച് 1/2 കപ്പ് പഞ്ചസാര, അത് വേണമെന്നുള്ളവർക്ക് മുഴുവനും ചേർക്കാം, ഞാൻ മുഴുവനും ചേർത്തിട്ടില്ല. അതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുമ്പോഴത്തേനും നല്ലതായിട്ട് മെൽറ്റ് ചെയ്ത് വരും. അപ്പോഴാ ഒരു നല്ല വെറ്റായിട്ടിരിക്കുന്ന ആ ഒരു കണ്ടീഷനിലാണ് നമുക്കിത് റെഡിയായി കിട്ടുന്നത്. അപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു നട്ട്സ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെറിയ ചൂടോടെ തന്നെ കയ്യിൽ എണ്ണയോ നെയ്യോ ഒക്കെ തടവിയതിന് ശേഷം വേണമെന്നുള്ള ഷേപ്പാക്കി എടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ റെസിപ്പി ഇതാ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ ആരും പിശുക്കൊന്നും കാണിക്കരുത്. കൂട്ടത്തിൽ നല്ല കളർഫുള്ളായതുകൊണ്ട് കുട്ടിപ്പട്ടാളത്തിനൊക്കെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം. ഓക്കെ.